തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു സർവൈവൽ പരിപാടി. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു മൃഗമായി തീരുന്നൊരു സംഭവമാണ്. അവർക്ക് ഞാൻ പറഞ്ഞ ഒരു സർവൈവൽ ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റിയൊരു സബ്ജക്റ്റാണ്. പോസ്റ്റർ കാണുമ്പോൾ വയലൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ വയലൻസിനെതിരെയാണല്ലോ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഉണ്ണിമുന്തൻ പോലും നാട്ടിലേക്ക് ഉപേക്ഷിച്ചു എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. വയലൻസ് ആണോ എന്താണ്? അല്ല, ഇത് വയലൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിപ്പോകുന്നതാണ്. അയാള് പോസ്റ്റർ കാണുന്ന പോലെ തന്നെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നത്. പടത്തിൻ്റെ ഒരു തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ആളൊരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ ആ ഒരു കാട്ടിലേക്ക് എത്തുന്നു, അവിടുന്ന് പുള്ളിയുടെ സുഹൃത്ത് നഷ്ടപ്പെടുന്നു, അച്ഛൻ നഷ്ടപ്പെടുന്നു, ഒരു പേടി വരുമ്പോഴത്തേക്കും ഒരു മൃഗമായി തന്നെ മാറുന്നൊരു അതിലേക്ക് പോകണം. അത് അതിനൊരു സ്റ്റെപ്പായിട്ട് തന്നെ പോകുന്നു. മനുഷ്യൻ എങ്ങനെ ഒരു ദേഷ്യം അയാൾക്ക് വന്നു വിടുന്നു, അത് പ്രോപ്പർ വേയിൽ അത് പോകുന്നുണ്ട്. അല്ലാണ്ട് ഇതിന് വേണ്ടിയായിട്ടുള്ള ഒരു പരിപാടിയിൽ എടുത്തിട്ടില്ല. ഹലോ ബ്രോ, ബ്രോ ഇപ്പോൾ പോസ്റ്ററിൽ ഒത്തിരി മുറിവുകളും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ആ സമയത്ത് ഐ മീൻ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തതെന്ന് മീൻസ് ഈ ഫൈറ്റ് സീൻസ് ആയാലും സർവൈവൽ സീൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഐ മീൻ പരിപാലനത്തിന് പറ്റിയിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു? എനിക്ക് ഏറ്റവും ഭയങ്കര റിസ്ക് ആയിട്ടിരുന്നത് എനിക്ക് ഒരു കാല് മടങ്ങിയത് ഒരു ചാടി വന്ന് സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മടക്ക് വീണോ അതിൻ്റെ ഒരു ഫ്രാക്ചർ വന്നതാണ്. പക്ഷെ നമുക്ക് ഫിലിം ആ കാർഡ് നമുക്ക് ഇത്ര സമയത്തേക്കേ ഉള്ളൂ, ഒരു 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് കൂടി ഉള്ളൂ ആ കാർഡ്. അപ്പം ഫിലിമിൽ പരിക്ക് പറ്റുന്നത് ഈ കാലം, ശരിക്കും പരിക്ക് പറ്റിയിട്ട് ഇപ്പോഴത്തെ കാലം. അപ്പം അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ചികിത്സക്കുള്ളത് ഇപ്പോഴും തരണം, കാലം റെഡിയായിട്ടില്ല. ഒരുപാടുണ്ട്, ഒരുപാട് നമുക്ക് ഡ്യൂപ്പും അതിൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റിയിട്ടുണ്ട്, ഒരുപാട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ബ്രോ ഇപ്പോൾ എത്ര നാൾ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് കുറച്ച് അർബൻ ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സിറ്റി ലൈഫിലൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ബ്രോ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അതിലേക്കുള്ളൊരു പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു, എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു? ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, സത്യം പറഞ്ഞാൽ. അല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ സിറ്റി ലൈഫും ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ പ്രൊഡ്യൂസറായിട്ട് ഉള്ളിലേക്കല്ല കേട്ടോ. ഇതേപോലെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ നമ്മുടെ ക്യാരക്ടറിനോട് ചേഞ്ചും വന്നിട്ടില്ല, സെയിം അത് തന്നെ. പിന്നെ നമ്മൾ ഈ പടത്തിലൊരു പ്രശ്നം മൊബൈൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല. അതൊരു പ്ലസ്. പിന്നെ തന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു ക്യാരക്ടർ ആവാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മളൊരു ടീം വർക്ക് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു സജഷൻ എന്തുണ്ടെങ്കിലും അത് പറയാം, ഒരു ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്നുള്ളൊരു ഇതിൽ ഒരു മൂഡനുസരിച്ച് ഞങ്ങൾ പോകുന്നുണ്ട്. ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചു 2 സിനിമകളിൽ. എന്താണ് ഇത്ര ഗ്യാപ്പ് വരാനുള്ള കാരണം? ഗ്യാപ്പ് വരാൻ നല്ലൊരു പടാരും പിടിക്കട്ടെ, പടം ഇല്ലാതല്ല, 3-4 ഉണ്ടാവും. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ 2020-21 സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് അത് കൊറോണയായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലീറ്റ് ചെയ്തു പ്രൊജക്റ്റ്. കുറച്ച് നമുക്ക് ഒരു ഗ്രാഫിക്സിൻ്റെ കുറേ പ്രശ്നങ്ങൾ വന്നു, വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതിനു വേണ്ടി സത്യം പറഞ്ഞ ഒരു 4 വർഷത്തോളം ഒരുപാട് ഇതിനു വേണ്ടി തന്നെ മുടിയും താടിയും വളർത്തി കുറേ നാളെ ഞാൻ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് പടങ്ങൾ അങ്ങനെയും പോയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞ അധികം പടവും വന്നിട്ടൊന്നും കിട്ടും, അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അത് ഞാൻ ഇടക്കാലത്ത് കഷ്ടപ്പെടാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല. നമ്മളായിട്ട് ഇറങ്ങി കഷ്ടപ്പെടുന്നുള്ളൂ. പിന്നെ അതല്ല, നമ്മൾ എൻ്റെ ഇതിൽ കുറച്ച് ഒരു ആക്ഷൻ മൂഡ് ഓഫ് സാധനം ആയതുകൊണ്ട് എല്ലാത്തിലും എങ്ങനെ എടുക്കേണ്ടാകുന്നൊരു ഇതുണ്ട്. അപ്പോൾ ഇതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. സർവൈവൽ പരിപാടി നമ്മളൊരു മൃഗത്തിനായിട്ട് കിട്ടുന്നത് എല്ലാവരും കിട്ടുന്നില്ല. ഞാനതൊക്കെ അന്ന് കൂട്ടി പിന്നെ അതിലേക്ക് നിന്നത് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയില്ല, ഒന്നായിട്ട് എന്നുള്ളത് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വലിയ കൂടുതലും ഒരു ആക്ഷൻ ടൈപ്പ് ഓഫ് മൂവിയാണ്. അതിൽ വന്നിട്ടില്ല, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്.
മസിലുള്ളതുകൊണ്ടാണ്. മസിലുള്ളതല്ല, എനിക്ക് പറ്റുന്നത് അതാന്ന് തോന്നുന്നു. നിങ്ങൾ ഇതും കണ്ടു നോക്കട്ടോ. ഞാൻ എല്ലാം അങ്ങനെയല്ല പറഞ്ഞത്, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറഞ്ഞത്. എനിക്ക് ആക്ഷൻ പടത്തിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. ഫസ്റ്റ് ഫിലിമിൽ വരുമ്പോഴും ആക്ഷനായിട്ട് തന്നെയാണ് ഫസ്റ്റ് വന്നിറങ്ങിയത്. ഈ പടം അതിനൊക്കെ ഒരു കാരണമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും. ബോഡി സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ബോഡിയോ? അല്ലല്ല, എൻ്റെ പണ്ടേ ബോഡി. ഈ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നു? അത് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു മുടി വളർത്തിയിരുന്നു. മുടിയെ താടി അതിനു വേണ്ടി വളർത്തിയിരുന്നു. അല്ല വേറെ ഒന്നും ശരിയായിട്ടില്ല. പിന്നെ സോറി, പിന്നെ നമുക്ക് ബോഡീൻ്റെ ടോട്ടലി ആ ഒരു ഫിറ്റ്നസിൻ്റെ ഒരു ഷേപ്പ് മൊത്തത്തിൽ കളയാന്നുള്ളതല്ല ഒരു ഗ്രാമം പരിപാടിയായിരുന്നു. അതൊന്നും കളഞ്ഞെടുക്കുന്നു. കാണുമ്പോഴേ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ കാണുമ്പോ ശരിയാണല്ലോ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ. ഇദ്ദേഹം എന്താ നമുക്ക് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. പോസ്റ്റർ കണ്ടപ്പോ സത്യം ഇന്ന ആളാന്ന് മനസ്സിലായില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ആളെ മനസ്സിലായത്. അപ്പൊ നമുക്ക് തോന്നി ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് അങ്ങനെ മെയിൻ സ്ട്രീമിൽ അപ്പൊ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി. ഇദ്ദേഹം എന്തുകൊണ്ട് വന്നില്ലായിരുന്നു? അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ, എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്റെ വഴിയല്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, മുമ്പിൽ ഞാൻ എപ്പോഴും ജോജു നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം പുള്ളി സെവൻസ് ചെയ്യുമ്പോഴും രണ്ടേക്ക് ചെയ്യുമ്പോഴും ആ സമയത്ത് തന്നെ പുള്ളി ഒരു 18 വർഷത്തോളം ഫീൽഡിലുള്ള ആളാണ്. പുള്ളി ചെറിയ ക്യാരക്ടറും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു സമയം വരുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് എത്തുന്നുള്ളൂ. അത്രേ ഉള്ളൂ എൻ്റെ. അതുകൊണ്ട് നമ്മൾ മുമ്പിലോട്ട് ഓരോ ദിവസം ചെല്ലുമ്പോൾ നമുക്ക് ഹോപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിന് മുമ്പിലേക്ക് വെച്ച് പോകുന്നു, സമയത്തൊമ്പത്തേക്ക് അതിനുള്ള എനിക്കും വരും എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു വിശ്വാസമുണ്ട്. സാധാരണ ഒരു കാടിന്റെ പശ്ചാത്തലത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി. ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആണോ അതോ? ഞാൻ പിന്നെ ചെയ്തിരിക്കുന്ന മൂവിയിൽ ഒരു അമ്പലവാസി പെൺകുട്ടിയായിട്ടാണ്. രണ്ടും നാടൻ ക്യാരക്ടറാണ്. അമ്പലവാസി പെൺകുട്ടിയായിട്ടുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം ക്യാരക്ടർ. ഇപ്പൊ ഈ ഒരു മൂവിയിലായാലും ഒരു നാടൻ ക്യാരക്ടറാണ്. അതെ അതെ. ഡാൻസ് പെർഫോമൻസോ സോങ്സോ എന്തെങ്കിലും ഇതിലുണ്ടോ? ഈ മൂവിയിൽ ഇല്ല. അങ്ങനെ രണ്ട് മൂവിയിലും ഡാൻസ് എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ വേഷങ്ങളാണ്? ഡാൻസ് ചെയ്തൊരു പാട്ടൊക്കെ ഹിറ്റ് ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു? അങ്ങനെയില്ല, നല്ല ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യാൻ ഓക്കെ ചെയ്യാം എന്നുള്ളതാണ്.